നമസ്കാരം. ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് എൻ്റെ ഗുരുനാഥനും എൻ്റെ മുത്തശ്ശൻ്റെ ഏറ്റവും ഏറ്റവും അടുത്ത ഡോക്ടറുമായിട്ടുള്ള ശ്രീ ടി കെ രാജഗോപാൽ സാറിനെയാണ് പരിചയപ്പെടുത്തുന്നത്. മുത്തശ്ശൻ ട്രാവൻകൂർ മെഡിക്കൽ കൗൺസിൽ ഈ 1945 രജിസ്റ്റേർഡ് ആയുർവേദ പ്രാക്ടീഷണറായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. ഒട്ടനവധി രോഗങ്ങൾക്കുള്ള പ്രതിവിധികൾ അദ്ദേഹം നിർദ്ദേശിച്ചു. പാരമ്പര്യമായിട്ട് കൈവരുന്നതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം നിർദ്ദേശിച്ചു. ഈ കാര്യത്തിൽ ഗുരുനാഥനായിട്ടുള്ള രാജഗോപാൽ ഡോക്ടർക്ക് എന്താണ് നമ്മളുടെ മുത്തശ്ശനെ കുറിച്ചിട്ട് വി ഗോവിന്ദപ്പണിക്കർ വൈദ്യരെ കുറിച്ചിട്ടും നമ്മുടെ പരമ്പരയെ കുറിച്ചിട്ടും ഒരു അടുപ്പം ഉണ്ടാവാനുള്ള ഒരു കാരണം? അതാണ് ഇന്നത്തെ ഒരു സബ്ജക്റ്റ്. നമുക്ക് അദ്ദേഹം ആയുർവേദ പണ്ഡിതൻ, തികഞ്ഞ ദൈവവിശ്വാസി, ധർമ്മിഷ്ഠനും സദാചാര തൽപരനുമായ ഒരു വൈദ്യശ്രേഷ്ഠൻ, വൈദ്യവാചസ്പതി ഡോക്ടർ മുതിരയിൽ ഗോവിന്ദപ്പണിക്കർ. ബിജു അദ്ദേഹത്തിൻ്റെ പേരക്കിടാവാണ്. ഇന്ന് സുശ്രുത ആയുർവേദ ഫാർമസി മുടക്കുഴയിൽ സുശ്രുത ഫാർമസ്യൂട്ടിക്കൽസ് എന്ന നാമധേയത്തിൽ പ്രവർത്തിക്കുന്നു. ആയുർവേദ ശാസ്ത്രരീത്യ സത്യസന്ധവും ധർമ്മിഷ്ഠവും ലോകോപകാരപ്രദങ്ങളുമായ ഔഷധങ്ങളെ വളരെ കഷ്ടപ്പെട്ട് ദൂരെ നിന്നും സമാഹരിച്ച് അത് മനുഷ്യോപകാരപ്രദമാക്കി ടാബ്ലറ്റ് രൂപത്തിലും ചൂർണ രൂപത്തിലും കഷായ രൂപത്തിലും അഭ്യംഗാദികൾക്ക് വേണ്ടി തൈലം എന്നീ രൂപങ്ങളിൽ ഉണ്ടാക്കി മനുഷ്യോപകാരപ്രദമാക്കുവാൻ അദ്ദേഹം ചെയ്യുന്ന സേവനം മുത്തശ്ശനായ ഗോവിന്ദപ്പണിക്കർ അവരുടെ അനുഗ്രഹവും അദ്ദേഹത്തിൻ്റെ ധർമാനുഷ്ഠാനത്തോടു കൂടിയുള്ള പരിശ്രമവും ഒരു അയ്യപ്പ ഭക്തനും ശബരിമല മുൻ മേൽശാന്തിയുമായ ഹാത്തശ്ശേരി ശ്രീ രാമൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ പലപ്പോഴും ഇതിനു മുമ്പും എന്നോട് ബിജു തിരുമനസിനെ പറ്റി പറയാറുണ്ട്. ബിജുവിൻ്റെ സുശ്രുത ആയുർവേദ ഫാർമസ്യൂട്ടിക്കൽസിൽ നിർമ്മിക്കുന്ന ഔഷധങ്ങളുടെ സാരാംശത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുകയും മനസ്സിലാക്കുകയും ഞങ്ങൾ അതിനു മുമ്പ് തന്നെ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുകയും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതൊരു ഈശ്വരാധീനം. എന്തിനും ഈശ്വരാധീനം വേണം. ദൈവാധീനം ജഗത് സർവം തൽത്തു പരിരക്ഷിതം. അത് ഈശ്വരൻ്റെ ഇഷ്ടമാണ്. നമ്മളാരും സർവ അർത്ഥാനർത്ഥകരണേ വിശ്വസ്യ സേകകാരണം അദുഷ്ടദുഷ്ടപ്പവന സ വിശ്വകർമ്മ വിശ്വാത്മാ വിശ്വരൂപ പ്രജാപതി. പ്രജകൾക്ക് പതിയാണ് ഈശ്വരൻ. സർവ മനുഷ്യർക്കും സർവരാശികൾക്കും സർവജീവജാലങ്ങൾക്കും സർവവൈദ്യത്തിനും ആയുർവേദ ആയാലും അലോപ്പതി ആയാലും ഹോമിയോപ്പതി ആയാലും സിദ്ധയായാലും യുനാനി ആയാലും ധന്വന്തരിയുടെ സുശ്രുതൻ്റെ വാഗ്ഭടൻ്റെ എല്ലാം അധീനതയിലും ഉള്ള ശാസ്ത്രത്തെ സത്യവും ധർമ്മവും ന്യായവും നീതിയും ദൈവവിശ്വാസവും സമർപ്പിച്ച് അതിൽ മുന്നോട്ട് പോകുമ്പോൾ അവിടെ ഒരു ഈശ്വര ചൈതന്യം മരുന്നിന് വേറെയും വരും. അപ്പം സുശ്രുത എന്ന് പറയണത് ഫാദർ ഓഫ് സർജൻ ശരീരേ സുശ്രുത പ്രോക്ത ചരകസ്തു ചികിത്സിതേ എന്നാണ്. അപ്പോൾ സർജറിയിൽ സുശ്രുതനും ചികിത്സാശാസ്ത്രത്തിൽ ചരകനും ആയുർവേദത്തിൽ പ്രാമാണ്യം കൽപ്പിക്കുന്ന ശാസ്ത്ര ആചാര്യന്മാരാണ്. അവരെ ഇവരുടെ മുമ്പിൽ വച്ച് മനസ്സുകൊണ്ടും ആത്മാവ് കൊണ്ടും ഞാൻ നമസ്കരിക്കുന്നു. ബിജുവിനെ പറ്റി പറഞ്ഞാൽ ബിജുവിൻ്റെ അത്യന്ത പരിശ്രമം ഒന്ന്. രണ്ട്, കാലോചിതമായ ഔഷധങ്ങളെ പാകപ്പെടുത്തി അത് ലോകോപകാരപ്രദം ടാബ്ലറ്റ്സുകളാക്കിയും പൊടികളാക്കിയും എക്സ്ട്രാക്ട്സ് എടുത്തിട്ട് ഉണ്ടാക്കുന്ന പ്രക്രിയകൾ പലരും ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് ഡെഡിക്കേറ്റഡായിട്ട്
ദൈവസമർപ്പിതമായി ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ചന്ദനം തന്നെ നമ്മൾ അരിച്ച് തൊടുന്നു. ആ ചന്ദനം ശബരിമല മേൽശാന്തിയുടെ കൈകൊണ്ട് തൊടുമ്പോൾ അല്ലെങ്കിൽ നമുക്ക് ശീലിക്കുമ്പോൾ കിട്ടുന്ന പരമസുഖം, യേശുദാസ് ഹരിവരാസനം വിശ്വമോഹനം ആ പാട്ട് പാടുമ്പോൾ നമുക്ക് കിട്ടുന്ന സുഖം, മനസ്സമാധാനം, സന്തോഷം, ഐശ്വര്യം, കീർത്തി, ഇതെല്ലാം ഈശ്വരനാൽ തന്നതാണ്. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിലെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഓഫ് അമേരിക്ക എന്ന അഭിസംബോധന ചെയ്ത പ്രസംഗത്തിൽ ട്രൂത്ത്, അൺസെൽഫിഷ്നെസ് ആൻഡ് പ്യൂരിറ്റി, wherever these are present, there is no power below or above the sun to crush the possessor thereof. Equipped with this, you can face the whole universal in opposition എന്ന് പറയുന്നുണ്ട്. സത്യവും, നിസ്വാർത്ഥത, സമർപ്പണം, ഇത് മൂന്നും ഉണ്ടെങ്കിൽ അത് വിജയിച്ചിരിക്കും. അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ടല്ല വിജയം സമ്പൂർണ്ണമാകുന്നത്. അത് അബ്ദുൽ കലാം സാറിനെ പോലെ ഞാൻ അതിനെ കാണുകയാണ്. ആ പരിശ്രമത്തെയും ആ ത്യാഗത്തെയും ആ ദൈവസമർപ്പണത്തെയും ബിജുവിൻ്റെ അശ്രാന്ത പരിശ്രമത്തെയും എനിക്ക് അങ്ങനെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ എൻ്റെ മനസ്സിൽ തോന്നിക്കൂടിയതാണ്. ഇനിയിപ്പോൾ പെട്ടെന്ന് മാറ്റാൻ എന്നെക്കൊണ്ട് കഴിവില്ല. ഉള്ള കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ, കണ്ട കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം മഹാരോഗങ്ങളായ വാതവ്യാധി, അശ്മരി, മൂത്രക്കല്ല്, കുഷ്ഠം, 20 തരം രോഗങ്ങളാണ് കുഷ്ഠം എന്ന് പറയുന്നത്. അശ്മരി, കുഷ്ഠ, മേഘം, പ്രമേഹം, ഉദരം, അസൈറ്റിസ് അല്ലെങ്കിൽ മഹോദരം, ഭഗന്തരം, ഫിസ്റ്റുല, ഇങ്ങനെ ഈ മഹാരോഗങ്ങളായ വാതവ്യാധി, അശ്മരി, കുഷ്ഠ, മേഘോദര ഭഗന്തരാഹ അർശാംശഗിരിഗണിത്യഷ്ടവും മഹാരോഗ സുദുസ്തര എന്ന് വെച്ചാൽ വെരി ഡിഫിക്കൽട്ട് ടു ക്യൂർ എന്നാണ് അർത്ഥം. ആ വെരി ഡിഫിക്കൽട്ട് ടു ക്യൂർ ആയിട്ടുള്ള ഈ ഔഷധങ്ങൾക്ക് അതിൻ്റേതായ ഔഷധങ്ങളെ നിർമ്മിച്ച് കൊടുക്കുവാൻ ബിജു കാണിച്ചുകൊണ്ടിരിക്കുന്ന അശ്രാന്ത പരിശ്രമം ശ്ലാഘനീയമാണ്. ഇത് ആര് കണ്ടു പഠിക്കാൻ നോക്കുന്നതിലും ശ്രദ്ധിക്കുന്നതിലും തെറ്റില്ലെന്നാണ് അടിയൻ്റെ അഭിപ്രായം. അതല്ലേ പറയാൻ പറ്റുള്ളൂ, ഉള്ളതല്ലേ ഉള്ള പോലെ പറയാൻ പറ്റുള്ളൂ. ഔഷധങ്ങളെ അതിൻ്റെ നാനോ ടെക്നോളജി അനുസരിച്ച് സൂക്ഷ്മീകരിച്ച് എങ്ങനെ പവർ കൂട്ടിയാൽ അത് ക്വിക്ക്, ഇന്നൊഫെൻസീവ്, ബെനഫിഷ്യൽ, ട്രൂത്ത്ഫുൾ, പ്ലസൻറ്റ്, ഡെഡിക്കേറ്റഡ്, സ്പീഡി റിക്കവറി കൊടുക്കാൻ പറ്റുമോ അങ്ങനെ സാധിക്കുന്ന ഒരു ടെക്നോളജി അഡാപ്റ്റ് ചെയ്തതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഔഷധങ്ങളെ തന്നെ സൂക്ഷ്മീകരിച്ച് ഭസ്മങ്ങളാക്കുകയും അല്ലെങ്കിൽ പൊടികളാക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആറ്റമൈസേഷനിൽ വ്യത്യാസം വരും. ആറ്റമൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ എഫക്റ്റിൽ വ്യത്യാസം വരും. അത് ലോകോപകാരപ്രദമാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അത് ഈശ്വരൻ്റെ കൃപയ്ക്കും അനുഗ്രഹത്തിനും മുത്തശ്ശനായ ഗോവിന്ദൻ പണിക്കർ അവരുടെ അനുഗ്രഹത്തിനുമൊക്കെ 100% സഹായിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അനാഥാൻ രോഗിണാം യശ്ച പുത്രവത്സമുപാചരയിൽ, അനാഥരായ രോഗികളെ പുത്രന്മാരെ പോലെ ഉപചരിക്കണം എന്ന് ആയുർവേദശാസ്ത്രം നിഷ്കർഷിക്കുന്നുണ്ട്. അപ്പോൾ ഔഷധങ്ങളുടെ ഫലം, നല്ല ഫലം കിട്ടുമ്പോൾ കൊടുക്കും. നല്ല ഫലം കൊടുക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഉന്നതങ്ങളാണ്, ഔഷധം ഗുണപ്രദങ്ങളും ആയിരിക്കും. അതാണ് ബിജു ചെയ്യുന്നത് എന്നാണ് എൻ്റെ പരിപൂർണ അനുഭവം ഇതുവരെയുള്ള. എനിക്കിപ്പോൾ എൻ്റെ പ്രായത്തിനോട് പ്രസക്തിയില്ല, 71 വയസ്സും 9 മാസവും ആയി. ഈ അനുഭവം കണ്ട് മനസ്സിലാക്കി ബോധ്യപ്പെട്ടത് കൊണ്ടും സ്ഥിരീകരിച്ചത് കൊണ്ടാണ് ഈ അഭിപ്രായം ഞാനിപ്പോൾ പറയാൻ എനിക്ക് തോന്നുന്നതും തോന്നിപ്പിച്ചതും. അത് ഈശ്വരനാണ്. അങ്ങനെയുള്ള ബിജുവിൻ്റെ ഈ
ശ്ലാഘനീയമായ പ്രവർത്തനത്തിന് നന്മ വരുന്നതിനും അയ്യപ്പസ്വാമിയും ഗുരുവായൂരപ്പനും ഭഗവാൻ ധന്വന്തരിയും തോട്ടുവ ധന്വന്തരിയും മുടക്കുഴ കൃഷ്ണസ്വാമി എല്ലാം അനുഗ്രഹിക്കട്ടെ എന്ന് ഹൃദയപൂർവം ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ എല്ലാവിധ സ്നേഹ ആശിസ്സുകളും ബിജുവിന് ഉണ്ടാവും. അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.